ഫിസിക്സും ഇല്ല മാത്സും ഇല്ല. ഹൈ, അത് നന്നായി. രണ്ടു മാമും ലീവാ. ഫിസിക്സ് ഉണ്ടോ? ഷീനാമിസിനെ ഞാൻ വരുന്ന വഴി കണ്ടതാ. ഷീനാമിസ് വന്നാ നിനക്കനാണല്ലോ ഇന്നും മണി. മൊത്തത്തില് എന്ത് പറ്റി ഇന്നും ലേറ്റ് ആണല്ലോ? ആടാ ബസ് മിസ്സായി. നീ ഇമ്പോസിഷൻ എഴുതിയാ? ഞാൻ ഇന്നലെ തന്നെ റോസിനെ കൊണ്ട് എഴുതിപ്പിച്ചു. ഞാനൊരു തീർന്നില്ല. അണ്ണനവിടെ അണ്ണൻ മുള്ളിക്കാൻ പോയതാ. നീ എന്തെന്ന് ടാഗ് ഇട്ടില്ലേ? നിമിഷ് ഒറ്റ ഇട്ടിട്ടാ. ഇവിടെ നിന്റെ വീട്ടിൽ കമ്പൻസിന്റെ അടുത്തല്ല. പഠിക്കാത്ത പിള്ളേരായിട്ട് കൂട്ടുവേണ്ടെന്ന് എൻ്റെ അമ്മ പറഞ്ഞേക്കുന്നത്. പിന്നെ നിന്നെ എൻ്റെ കൂടെ കണ്ട ആ കലമ്പം. ഗുഡ് മോർണിംഗ് സർ. Good morning. Put your tie properly. ഗുഡ് മോർണിംഗ് സർ. Come with me. Come. ബെല്ലടിച്ചു. എല്ലാരും ക്ലാസ്സിൽ പോയിക്കേ. കെവിൻ മതി ഓടിച്ചത്. ക്ലാസ്സിൽ പോ. ഓക്കെ മാം. യദുലാൽ ഗോ ടു ക്ലാസ്. ഓക്കെ മിസ്. Melvin, go. ബെല്ലടിച്ച് ക്ലാസ് പോടാ. അയ്യോ. ഓട്ടം കണ്ടാ തോന്നും ഇപ്പൊ അവൻ ഈ ലൈബ്രറി മുഴുവൻ എടുത്തങ്ങ് വിഴുങ്ങി കളയുന്നു. ഗോയിങ് സർ. അരുൺ, move there. Move right there. ഇത് എന്തിനാന്ന് മനസ്സിലായോ? നിന്റെ യൂണിഫോം പാന്റ് എവിടെ? യൂണിഫോം പാന്റ് വീട്ടിലാ. യൂണിഫോം പാന്റ് വീട്ടിലാ. ഇൻ ഇംഗ്ലീഷ് പറ. ഹാൻഡ് ഇസ് അറ്റ് ഹോം. ആ, ഹാവിൻ ഉണക്കൽ മീൻസ് ഡ്രൈ. ഉണക്കമീനോ? ആ, മലയാളത്തിൽ പറഞ്ഞാൽ മതി. പറ. അലക്കിയിട്ട് ഉണങ്ങില്ല സാറേ. ഇനി ഞാൻ വന്ന് ഊതി ഉണക്കി തരണോ? ഇഡിയറ്റ്. പ്രിൻസിപ്പലിനെ കണ്ട് അപ്പോളജി എഴുതി കൊടുത്തിട്ട് ഇനി ക്ലാസ്സിൽ കയറിയാൽ മതി. മനസ്സിലായോ? ആൻഡ് ഡോണ്ട് എവർ റിപ്പീറ്റ് ദിസ്. ഓക്കെ? ആ, ഗോ. ബുക്ക് ഇവന്റെ കയ്യിലാ. അരുൺ കമ്മിയോ. നീ ഒരു മാസം മുന്നേ കൊണ്ട് വിങ്സ് ഓഫ് ഫയർ ബുക്ക് എവിടെ? ഓർമ്മയുണ്ട് മിസ്, ഇന്ന് എടുക്കാൻ മറന്നുപോയി. ആളുടെ ജന്മദിനത്തിനെങ്കിലും തിരിച്ചു തരുമോ? മൺഡേ അവർക്ക് ആവശ്യമുള്ളതാ. ഉറപ്പായിട്ട് ഞാൻ മണ്ടേ തന്നേക്കാം മിസ്. റിച്ചർഡ് ഡോക്കിൻസിന്റെ ഏതെങ്കിലും ബുക്ക് ഇരിപ്പുണ്ടോ? റിച്ചർഡ് ഡോക്കിൻസോ? ആദ്യം നീ കൊണ്ടുപോയി ബുക്ക് തിരിച്ചതാ, എന്നിട്ട് ആലോചിക്കാം. ഇവൻ മൺഡേ കൊണ്ടുവന്നാ തരാം. ശരി മിസ്. ഷീന മിസ് അകത്തുണ്ട്. ഓക്കെ. ഷീന മിസ് ഒന്ന് നിന്നേ. എന്താ മാം? സത്യം പറഞ്ഞ ഷീന എവിടുത്തെ ആരാ? ടീച്ചർ അല്ല, ഗസ്റ്റ് ടീച്ചർ. ഇങ്ങനെ തോന്നുന്ന സമയത്തൊക്കെ വന്ന ഗസ്റ്റേ ആവും. അല്ല മാം, അത് ഇന്ന് രാവിലെ കുറച്ച്. എനിക്ക് ഒരു എക്സ്ക്യൂസും കേൾക്കണ്ട. ഇതിപ്പോ ആദ്യത്തെ തവണയൊന്നും അല്ലല്ലോ. ഞാൻ ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുക, an effective teacher is proactive rather than reactive. Always keep that in mind. സോറി മാം. മിസ് ഞാൻ ബസ് Look Arun, I won't have any more excuses. Now it's not like we can make up for lost time. Tomorrow I want you in class on time, all right? Get in. Arun ഒന്ന് നിന്നേ. ഞാൻ തന്ന ഇമ്പോസിഷൻ കംപ്ലീറ്റ് ചെയ്തോ? ഇല്ല മിസ്, 67 പ്രാവശ്യം എഴുതിയുള്ളൂ. 100 times എന്നല്ലേ ഞാൻ പറഞ്ഞേ? ഓ സോറി, ബാക്കി 33 എണ്ണം എനിക്ക് എഴുതാൻ വെച്ചിരിക്കുക. അത് നിന്നെ വേറെ ആരെങ്കിലും വരുമോ എഴുതാൻ? വൈ യു ബിഹേവിംഗ് ലൈക്ക് ദിസ്? ക്ലാസ്സിൽ സമയത്ത് വരില്ല, ഇമ്പോസിഷൻ തന്നാൽ നേരെ ചൊവ്വേ ചെയ്യോ ഇല്ല. തനിക്ക് തോന്നിയ പോലെ എന്തോ ആവാന്നാണോ? സച്ച് എ വേസ്റ്റ്. അല്ല മിസ്, എൻ്റെ പേന കളഞ്ഞു പോയി മിസ്. നോൺസെൻസ്. ഇങ്ങനത്തെ ഒരു സ്റ്റുഡന്റിനെ ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല. Get out of my class. ഇനി ഇമ്പോസിഷൻ കാണിച്ചിട്ട് എൻ്റെ ക്ലാസ്സിൽ കയറിയാൽ മതി. Okay class, getting back to our topic. Collisions.
Now, collisions between two or more particles is the interaction for a short interval of time in which they apply relatively strong forces on each other. Okay, so now in a collision, physical contact of two bodies is not really necessary. If two objects in motion strike against each other or come close to each other, such that the motion of one of them or both of them changes abruptly, a collision is said to have taken place, right? There are two types of collisions. Okay, so now elastic collision is the collision in which both the momentum and the kinetic energy of the system remains conserved. Now, in an elastic collision, all the involved forces are conservative forces. Now, these collisions in which both momentum and kinetic energy of the system are conserved, now that is elastic collision. So, have all of you understood what elastic collision is? ഇതെവിടെ കളയും? Can we move on to the next one? So, the next is inelastic collision. So, what is inelastic collision? It is the collision in which only the momentum remains conserved, but kinetic energy does not remain conserved. In elastic collision, some or all of the involved forces are non-conservative forces. So the total energy of the system, these collisions in which momentum of the system is conserved and kinetic energy are not conserved, are called inelastic collisions. So does anyone have any doubt? എന്താ പരിപാടി? പഠിക്കായിരുന്നു, ശ്രദ്ധിക്കായിരുന്നു. Do you want me to go over this again, Vikas? No, ma'am. Okay, so now ഓ, പുറത്തിരുന്നാണോ പഠിക്കുന്നത്? one dimension and two മിസ് dimensions. പുറത്തേക്ക് ഇറങ്ങിക്കാൻ പറഞ്ഞു. ആണല്ലേ? എക്സ്ക്യൂസ് മീ മാഡം, Yes, sir. ഇവനെ ഇവിടെ ഇരുത്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ഞാൻ ഒന്ന് കൊണ്ടുപോട്ടെ? ഒരു ആവശ്യമില്ല സർ, കൊണ്ടുപോയിക്കോ. ഓ താങ്ക് യു. ആ വാടാ. Okay, class, back to the topic. ആ ബാഗ് അവിടെ വെച്ചാൽ മതി, അതൊന്നും ആരും എടുക്കാൻ പോകുന്നില്ല. കൊണ്ടുപോകണേ. Okay. So in one-dimensional collision, നിന്നെപ്പോലെ ഫസ്റ്റ് പീരീഡ് തന്നെ പുറത്തായ പിള്ളേരെ എല്ലാവരും ഓരോരുത്തർക്കും ഓരോ പണി കൊടുത്തിട്ടുണ്ട്. നിനക്കും തരാം. എന്താ മനസ്സാ, കൊളാഷ് കഴിഞ്ഞില്ലേ? തുടങ്ങിയുള്ളൂ സർ. ആ പെട്ടെന്ന് നോക്ക്. നീ ഈ പൈപ്പിലെല്ലാം ഈ ഫ്ലാഗിങ് ചേടാ ഇവിടെ ഇവിടെ ഈ ഫ്ലാഗ് പൈപ്പിൽ ഫിക്സ് ചെയ്യണം. ഇത് പിടിക്കേ ഞാൻ കാണിച്ചു. ഇങ്ങനെ ഈ 3 ചരടും പൈപ്പിൽ ചേർത്ത് ഇങ്ങനെ കെട്ടി വെക്കണം. വളരെ സൂക്ഷിച്ച് കെട്ടണം. വൈറ്റ് ഫ്ലാഗാണ്, ചെളിയാക്കരുത്. ചെളിയാക്കിയാൽ അറിയാലോ, ഐ ആം വെരി വെരി സ്ട്രിക്റ്റ്. അത് ശരി, എന്റെ കാലിനിടെ കൂടെയാണ് നിന്റെയൊക്കെ പന്ത് കളി. ഓൺ യുവർ നീസ്, ഓൺ യുവർ നീസ്, ഹാൻഡ്സ് അപ്പ് ബോത്ത് ഓഫ് യു. ബെല്ലടിക്കുന്നവരെ രണ്ടുപേരും ഇങ്ങനെ തന്നെ നിന്നോണം, കേട്ടല്ലോ? കാശി മനസ്സിലായല്ലേ? ഇതിൽ കാശി അത് രണ്ടുപേരും ഒരുപോലെ ഇരിക്കുന്നല്ലോ. ചേട്ടാ എന്തായാലും ബെല്ലടിക്കുന്നവരവിടെ നിന്നോ. നീ കെട്ടിവെക്ക് കേട്ടോ. ഒന്ന് വേഗം വാടേ. അതെ, ഇത് ചുമന്നുകൊണ്ട് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള പരിപാടി. നീ വന്നോട്ടിക്ക്. ആ അത് വേണ്ട, എന്തായാലും നിന്റെ കയ്യിൽ പക്ഷേ ഇനി ബാക്കി ഇവിടെ നീ കൊണ്ടിച്ചാൽ മതി. തട്ടി താഴേക്കല്ലോ കേട്ടോ, പീസല്ലേ? ആ മുട്ടത്തലോൻ്റെ ഒരു ഉണക്ക കോണ കൊട്ടിക്കല് ശരിയാണല്ലോ, കോണകം പോലെ ഉണ്ടല്ലേ. നീ എന്ത് മാങ്ങാത്തോലിയാണ് കാണിക്കണം? വന്ന് ഒട്ടിക്ക്. മാങ്ങത്തില്ലേ? നിങ്ങൾ എന്തിനാ ഇത് ഇങ്ങനെ ഒട്ടിക്കുന്നത്? ആര്? എടാ, ഓഗസ്റ്റ് 15 അബ്ദുൽ കലാമിന്റെ ജന്മദിനം. എടാ ഒക്ടോബർ 15. ആ ഒക്ടോബർ 15 പറഞ്ഞ പോലെ മാറിപ്പോയി. അതിന് വേണ്ടിയിട്ട് ആ പോഴം PT സാറിന്റെ ഓരോ മണ്ടത്തരങ്ങളൊക്കെ വെറുതെ പിള്ളേരെ പറ്റിക്കാനായിട്ട്. അങ്ങേർക്ക് വേറെ ജോലിയൊന്നുമില്ല. ഇതേ പുള്ളിയുടെ സ്ഥിരം പരിപാടിയാ. അല്ല പക്ഷെ നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഒട്ടിക്കുന്നേ? എടാ നിന്നോടല്ലേടാ ഞാൻ ഇപ്പൊ പറഞ്ഞത്, നിനക്ക് മനസ്സിലായില്ലേ? അല്ല ബ്രോ, എന്തിനാ ഇത്രയും ബുദ്ധിമുട്ടുന്നേ? ആ കയറെടുത്ത് അതാ ബക്കറ്റിലോട്ട് അങ്ങ് മുക്കിയെടുത്താ ആദ്യം മൊത്തം പശയായി. എന്നിട്ട് നമുക്ക് ഓരോന്നോരോന്നേ ഒട്ടിച്ചു പോവാന്നേ. ശരിയാണല്ലോ, ഞാനും കൂടാ. അപ്പൊ പീസല്ലേ? ഈ പരിപാടി കൊള്ളാമല്ലേ? ആ കെമിസ്ട്രി രാജേഷിന്റെ ക്ലാസ്സിനെ കാട്ടി ഇത് തന്നെയാ നല്ലത്. നിങ്ങൾക്ക് ആരാടാ ഫസ്റ്റ് പീരീഡ്? ഞങ്ങൾക്ക് ഷീനാമിസാടാ. ഓ ഓ ഭാഗ്യവാൻ. ഞങ്ങൾക്ക് ആ ഫിസിക്സ് വൈസ് പ്രിൻസിപ്പൽ സ്റ്റെല്ല മേരി കേളവി. ആ